വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. യെസ്. ഞാൻ നേരത്തെ മെസ്സേജ് ഇട്ടുണ്ടായി തലശ്ശേരിന്ന്. പറയൂ. ഞാനില്ലേ ആ. ഒരു 5 മാസം മുന്നേ ഒക്കെ വരെ കടുത്ത വിശ്വാസിയായിരുന്നു. ആ. ദൈവം എന്താ പറയാ, ദൈവം കോപിക്കും, എന്ത് കാര്യം ചെയ്താലും ദൈവകോപം ഉണ്ടാവും. ഒരു മനുഷ്യനോട് തെറ്റായിട്ട് സംസാരിച്ച ആ ദൈവകോപം ഉണ്ടാവും. എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടൂല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു പുനർജന്മം ചിലപ്പോ പൂച്ചയോ നായൊക്കെ ആവുന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ആ. അപ്പൊ നമ്മള് ഒരു എന്താ പറയുക, വിശ്വാസത്തിന്റെ മേലെ ദൈവമാണ്, എല്ലാം ദൈവം ത്രൂ ആണ് നമുക്കെല്ലാം നടക്കുന്നേന്നുള്ളൊരു രീതിയിലായിരുന്നു എൻ്റെ ലൈഫ്. ആ. എന്ത് കാര്യം ചെയ്താലും പിന്നെ ഒന്ന് തുമ്മിയാൽ പോലും ദൈവം കോപിക്കും, ഒരു ഉറുമ്പ് തന്നെ തൊട്ടാൽ പോലും ദൈവം കോപിക്കും എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഉം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. ആ. ഒരു 13 വർഷത്തിന്റെ ഗ്യാപ്പിലാണ്. അത് മൂത്ത കുഞ്ഞിന് 13 വയസ്സുണ്ട്. ഉം. അപ്പോൾ മെഡിസിൻ എടുക്കാതെ പിന്നെ പ്രഗ്നന്റ് ആവില്ല എന്ന് ഡോക്ടർ പറഞ്ഞെടുക്കുന്നത്. ഉം. ഞാൻ പിന്നെ ഏകദേശം ഈ ടൈമിലാണ് പ്രഗ്നന്റ് ആവുന്നത്. ഉം. കഴിഞ്ഞ വർഷം ഈ ടൈമിലാണ് എൻ്റെ പ്രഗ്നൻസി നടക്കുന്നത്. ഉം. ഈ സമയത്തൊക്കെ ഞാൻ ആ പ്രഗ്നന്റ് ആയത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഉം. അതായത് ഞാൻ ആ സമയത്ത് നമ്മുടെ ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ വിശ്വാസമാണ്. ഓരോ അമ്പലങ്ങളിലും കാവുകളിലും ഇന്നെ നേർച്ച ചെയ്താൽ, എനിക്ക് ഹിന്ദു മതത്തിനെ കുറിച്ച് മാത്രമേ അറിയൂ, മറ്റുള്ള മതത്തിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ നിർത്തി. ഉം. അപ്പോൾ ഒരു കാവ് പോയാൽ അവിടുത്തെ ദേവി അല്ലെ അവിടുത്തെ ദൈവം നമ്മളോട് ഇങ്ങനെ പിന്നെ പൂജ ചെയ്താൽ, വഴിപാട് ചെയ്താൽ പ്രഗ്നന്റ് ആവും, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വിശ്വാസം. ഉം. അപ്പൊ അവിടെ ഞാൻ ലാസ്റ്റ് പോയൊരു അമ്പലത്തില് അവിടെ ദേവിയായിരുന്നു. ദേവി പിന്നെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ കുട്ടികളാവാത്ത ആൾക്കാരൊക്കെ പൂജക്ക് വരുന്നതാ. അപ്പൊ ഞാനിങ്ങനെ ദൂരെ നിന്നിട്ട് അവര് പൂജിക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശ്വര അടുത്ത പ്രാവശ്യം വരും, അടുത്ത പ്രാവശ്യം എനിക്കും ഇങ്ങനെ ഒരു പൂജ ഇവിടെ ചെയ്യണം. അന്ന് ലാസ്റ്റ് ഉത്സവമായിരുന്നു അവിടുത്തെ. അപ്പൊ അതുകൊണ്ട് എനിക്കിനി ഓപ്ഷൻ ഇല്ല, എനിക്ക് അടുത്ത വർഷം ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ കൃത്യം 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അന്ന് അവിടെ പ്രാർത്ഥിച്ച അവിടുത്തെ ദൈവം കേട്ടു, അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. ഉം. അതിനുശേഷം എന്നും ഞാനിപ്പോ നമ്മളിപ്പോ എന്ത് വന്നാലും വീണാല് ആദ്യം അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ ഈശ്വരാന്ന് വിളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഉം. ആ പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ഈശ്വര ഇതൊന്നും എന്നെ പറ്റാതെ ആയിപ്പോട്ടെ, മെഡിസിൻ എടുക്കാതെ കിട്ടിയ കുഞ്ഞാണ്, അപ്പോൾ പ്രഗ്നൻസിയാണ്, അപ്പോൾ ഒന്നും അറിയാതെ ആയിപ്പോണേ, കാത്തിക്കണേ, എപ്പോഴും കാത്തു രക്ഷിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കൂ. വൈകുന്നേരം വിളക്ക് വെച്ചാൽ വരെ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് മാത്രമേ പ്രാർത്ഥിക്കൂ. ഏത് ദൈവത്തിനൊക്കെ പോയാലും ഞാൻ പ്രാർത്ഥിക്കുക, പിന്നെ കാത്തോളണേ കൂടെ ഉണ്ടാവണേ, അങ്ങനെ ഒരു ഇതായിരുന്നു. ഉം. അപ്പൊ ഇങ്ങനെ ഞാൻ എൻ്റെ തറവാട്ട് ക്ഷേത്രത്തിൽ പോയി. അവിടെ ഉത്സവത്തിന് അവിടെയും ദേവിയാണ്, ഉം. അവിടെ സ്ത്രീയാണ് ദൈവം. ഉം. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഉം. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു കണ്ണൂർ ഭാഗത്തൊരു മാക്കോം മക്കൾ എന്നുള്ളൊരു ഇതുണ്ട്, ഒരു ഉം. പിന്നെ ദൈവത്തിന്റെ ഇത് സങ്കല്പമുണ്ട്. അവിടെ പോയപ്പോഴും മാക്കത്തിനൊക്കെ പോയപ്പോഴും എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഉം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളിപ്പോ എന്ത് അസുഖം വന്നാലും ദൈവത്തിനടുത്ത് പോയാലല്ലേ പരാതിപ്പെട്ടിയായിരിക്കും. അതേപോലെ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു കുഞ്ഞിനെ തരണേ, വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഓൾ സെറ്റ്, ഞാനുണ്ട് കൂടെ, നിങ്ങൾ ഒരു കാര്യത്തിലും വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. ഉം. അങ്ങനെ ഇപ്പൊ ഞാൻ വെച്ചാൽ ദൈവം താങ്ങും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ 5-ാം മാസം അമ്പലത്തിൽ പോയി കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയി, എനിക്ക് അതിനൊന്നും പറ്റൂല, നല്ല രീതി ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല, ദൈവം താങ്ങി, ദൈവത്തുണ്ട്, എനിക്ക് എല്ലാ കാര്യം ദൈവം ചെയ്തു തരും എന്നുള്ള മൈൻഡായിരുന്നു. ഉം. കൃത്യം 8 മാസമായപ്പോൾ മെയ് 6-ാം തീയതി എൻ്റെ കുഞ്ഞ് പോയി. ഉം. അവിടുന്ന് മുതലാണ് എനിക്ക് മനസ്സിലായത്, ഈ പറയുന്ന ദൈവം എന്താ പറയണ്ട, എല്ലാം ദൈവത്തിനോട് വെറുപ്പ് തോന്നി തുടങ്ങിയത് അന്ന് മുതലാ. കാരണം നമ്മുടെ വിശ്വാസപ്രകാരം മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയാ, ദൈവം ഏറ്റവും ലാസ്റ്റ് ആണ്. ഉം. അപ്പോൾ എൻ്റെ കുഞ്ഞു പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത്, എന്നോട് എല്ലാവരും പറഞ്ഞത്, ദൈവം നിനക്ക് പിന്നെ ഇതിന് നല്ലതെന്തോ തരാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇത് കാണിച്ചതാണ്, ഉം. ദൈവത്തിന്റെ പരീക്ഷണാണ്, ദൈവം നിനക്ക് എന്തോ ഇതിനും വലുത് തരാനുണ്ടെന്ന്. അപ്പൊ ഞാൻ ഒരു എന്താ പറയുക ആ ഒരു ഒന്നാമത്തേൽ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പ്രഗ്നൻസിയാണ്. അത് പ്രതീക്ഷിക്കാതെ പോയി. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്മളെ ഈ ബന്ധുക്കൾ വന്നിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന, ഒരു മെന്റലി ടോർച്ചർ ചെയ്യുന്ന ആ സമയത്തൊക്കെ ഞാൻ ആകെ ഒരു ഇറിറ്റേറ്റിംഗ് മൈൻഡായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കിടന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു,
ദൈവം എന്താ എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്? ഉം, എന്തിനാ ദൈവം? ദൈവം എന്ന് പറയുമ്പോ നമ്മളിപ്പോ പറയുന്നത് നമ്മളെ സങ്കടം കാണും, നമ്മളെല്ലാം കാണുന്നവനല്ലേ ദൈവം. ഉം, ദൈവം എന്താ നമുക്ക് വേണ്ടിട്ട് വെച്ചേക്കുന്നത്? ഒരു അമ്മേനെ കരയിച്ചിട്ട് എന്റെ ജീവിതത്തില് ഇനി എനിക്ക് ഇതിലും വലിയൊരു ഒരു വിഷമം ഒന്നും വരാനില്ല. ഉം, ഏറ്റവും വലിയ വിഷമാണ് എനിക്കിപ്പോ തന്നേക്കുന്നത്. ഉം, ഇതിലൊരു ചോദിക്കുന്നത് ഞങ്ങൾ ആലോചിക്കും, ഒരു അമ്മേന്റെ ഒരു കുഞ്ഞിനെ കുഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു അമ്മക്ക് അതിൽ വലിയ കൂടുതലൊരു വിഷമവും ഇല്ലല്ലോ. ഉം, ഇനി എന്ത് വന്നാലും സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആ മൈൻഡിലായി. എനിക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദൈവം അങ്ങനെ ഒരു എല്ലാം ഒരു നീതിമാനായിരുന്നെങ്കിൽ ഉം, എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നു എന്ന്. അത് ഉം, കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മളെ മറ്റേ വയനാട്ടിലെ ദുരന്തം. ഉം, കുട്ടികളൊക്കെ നിഷ്കളങ്കരല്ലേ? ഉം, ഈ യുദ്ധം നടന്നു, കുട്ടികൾ നിഷ്കളങ്കരല്ലേ? എന്തിനാ കുട്ടികൾ എല്ലാം കുട്ടികൾക്കിടെ നേരെ എല്ലാം ദൈവത്തിന്റെ പേര് വന്നിട്ട് ദൈവം എന്തോ വലിയത് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയേക്കുന്നത്. ഉം, എല്ലായിടത്തും ഞാൻ കേട്ടു കുഞ്ഞിനെ കൊണ്ടുപോയേക്കുന്നത് പിന്നെ ഇതാണ്, ഉം, പിന്നെ ദൈവം നല്ലത് തരാനുള്ളതാ. ഉം, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസിയായിരുന്നു എന്ന്. ഉം, അപ്പൊ എന്നോട് പറഞ്ഞത് ദൈവം നിന്നെ പരീക്ഷിക്കാണ്. ഉം, പിന്നെ ദൈവം നിന്നെ പരീക്ഷിക്കാണ്, നീ പിന്നെ എത്രമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു, ദൈവത്തിന്റെ മേലെ നിന്നോടുള്ള ഒരു പരീക്ഷണാണ്, നീ അത് സർവൈവ് ചെയ്യണം, എന്നിട്ട് ഉം, വീണ്ടും ദൈവത്തോട് അടുക്കണം. ഉം, ഞാനപ്പോ ആ സമയത്താണ് ഞാൻ നിങ്ങളെ കുറെ വീഡിയോസ് ഇങ്ങനെയൊക്കെ കാണാൻ തുടങ്ങി. എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു ഉം, ഇങ്ങനെ ഒരാളുണ്ട്, പിന്നെ കേട്ടു നോക്കുന്നു. ഉം, അപ്പൊ അപ്പൊ ആ സമയത്തൊക്കെ എന്റെ മനസ്സിലിങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ദൈവം ഈ മതം ഇതൊക്കെ പറയുന്നത്? എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് മതത്തില് അമ്മക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്, അല്ലെ ഉമ്മക്ക് വലിയ പ്രാധാന്യമുണ്ട്, എന്ന് പറയുന്നത് ദൈവം അങ്ങനെ പരീക്ഷിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതാണ്. ഈ ദൈവമൊക്കെ പരീക്ഷിച്ചിട്ട് എന്താണ് ദൈവത്തിന് കിട്ടാനുള്ള? ഒരു അമ്മേനെ കരയിച്ചിട്ട്. പിന്നെ ഉം, അത് മാത്രല്ലാതെ ഞാൻ അങ്ങനെ എനിക്കാണെങ്കിൽ മുസ്ലിം മതത്തിനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഉം, കാരണം അവര് അമ്മയെ സ്നേഹിക്കുന്നത്, ദൈവത്തിനെ കൂടുതൽ, നമ്മള് ഹിന്ദുക്കളെക്കാളും കൂടുതൽ പിന്നെ മതത്തിനോട് ഭയങ്കര അട്രാക്ഷൻ കാണിക്കുന്നത്, ഒരു എന്ത് ഭ്രാന്ത് പോലെ കാണുന്നതും മുസ്ലിംസിന്റെ ഇടയിലാണ്. പിന്നെ കുറേ മുസ്ലിംസ് ആയിട്ട് ഞാനിങ്ങനെ അവരെ സംസാരിക്കും കൂടുതലായിട്ട്. ഉം, ഓരോ മതത്തിനെ കുറിച്ച് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയും, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരും. ഉം, അപ്പോഴൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാല് ആ ഒരു മൈൻഡിൽ തന്നെ പോയിട്ട് ഞാനിപ്പോ ഒരു മതം മാറി ഒരു മുസ്ലിം ആയിട്ടുണ്ടാവും. ഉം, അങ്ങനൊരു ഇതായിരുന്നു എനിക്ക് മുസ്ലിം എന്നുള്ള മതത്തിനോട് അത്രയും നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ലൈഫിലൊന്നും മതം ഒന്നുമല്ല. ഒരു അധികം ആൾക്കാർക്കും ഈ മതം എന്ന് പറഞ്ഞൊരു കാര്യം അവരുടെ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ എന്താ പറയണ്ടേ കൊണ്ട് നടക്കാനുള്ളൊരു വെറും മൂടുപടം മാത്രം, ഒരു മുഖംമൂടി മാത്രമാണ് മതം. അല്ലാതെ ആരും ഒരാളും എന്താ പറയണ്ട ഒരു മതം അല്ലെങ്കിൽ ഒരു പിന്നെ ഇതാണ് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കരയിക്കാൻ തോന്നുമോ? ഉം, അല്ലെങ്കിൽ മറ്റൊരാളെ എന്താ പറയണ്ട സങ്കടം തോന്നി മതത്തിന്റെ പേര് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ തോന്നുമോ? ഉം, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഹോം മേക്കർ മാത്രമല്ല, എനിക്ക് ചെറിയൊരു ബിസിനസ്സും ഉണ്ട്. ഉം, അപ്പൊ ഞങ്ങൾ ഈ ഒരു തലശ്ശേരി ഏരിയയിലൊക്കെ അധിക കടക്കാരും മുസ്ലിംസ് ആണ്. ഉം, അപ്പൊ എനിക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ഇതെന്താണെന്നറിയോ? ഉം, നമ്മളൊരു ഹിന്ദു ആണെന്നുള്ള ഇത് വെച്ചിട്ട് മാറ്റി നിർത്തുന്നു. ഉം, അതായത് നമ്മളിപ്പോ ഒരാളോട് നമ്മളിപ്പോ ഒരു ഐറ്റംസിന് ഓർഡർ ചെയ്തു, ഉം, അതേ സാധനത്തിന് മറ്റൊരാൾ അതിന് എനിക്ക് ശേഷം ഓർഡർ കൊടുത്തു, ഉം, ആ കടക്കാരൻ എനിക്ക് തരൂലത്. ഉം, അത് നേരെ അവരെ മുസ്ലിം ആണെങ്കിൽ അവർക്ക് മാത്രമേ കൊടുക്കൂ. ഉം. ഈ മതത്തിന് വേണ്ടിയിട്ട് ഒരാളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആണെങ്കിൽ എന്തിനാണ് ഈ മതം? അല്ല നമ്മൾ എല്ലാ മതവും പിന്നെ ഇവരൊക്കെ പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ല കുറച്ചു മുന്നേ പറഞ്ഞു നിങ്ങൾക്ക് ഇസ്ലാമിനോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന്. അതെ, അതായിരുന്നു സ്നേഹം. പക്ഷെ എനിക്ക് ഇതാണ് ഇപ്പൊ കിട്ടിയ ഇത്, അതേപോലെ ആ ഇതിന് ശേഷം വന്ന അനുഭവമാണ് ഇത്. ബിസിനസ് ഇപ്പോഴാണോ തുടങ്ങിയത്? അത് ബിസിനസ് അല്ലാതെ ഞാൻ വീണ്ടും ഈ പ്രഗ്നന്റ് ആ കുഞ്ഞു പോയപ്പോൾ ഞാൻ കുറച്ചൊരു ഡിപ്രഷൻ സ്റ്റേജിലായിപ്പോയി. ഓ, അപ്പൊ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് എന്റെ ബിസിനസ്സിലേക്ക് കയറി. അപ്പോഴാണ് അതുവരെ അനുഭവപ്പെട്ടത്. ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നേ ഉണ്ടായ ഒരു അനുഭവം ഇത്. ആ ശരി. ഓ, ആ ഞാൻ ഇതെടുക്കാൻ ഡ്രൈവറെ വിട്ടപ്പോ എന്നോട് ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു, ഞമ്മന്റെ ആള് വന്നു, അപ്പൊ ഉം, ഞമ്മന്റെ ആൾക്ക് കൊടുത്തു, ഇനി നിനക്കില്ല അത്. ഉം, ഉം, ഞാൻ ഷോക്കായി പോയി. കാരണം നമ്മളിപ്പോ ആ ഒരു ഐറ്റം പ്രതീക്ഷിച്ച് ഉം, ഒരു കാര്യം ചെയ്ത് അതിപ്പോ കിട്ടിയേ നമുക്ക് പറ്റൂന്നുള്ളൊരു അവസ്ഥയിൽ പെട്ടെന്ന് അത് മറ്റൊരാൾക്ക് കൊടുത്തു, ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ലാസ്റ്റ് മൊമെന്റിൽ അത് ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉം, തകർന്നു പോകില്ലേ?
ഉം. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് അവര് ആ മതത്തിന്റെ അവര് വന്നപ്പോ അപ്പൊ പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഉം. പിന്നെ എന്താ പറയുക ഇവർക്കൊക്കെ വെറും മതം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കൊക്കെയോ എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഇതാണെന്ന്. ഉം. കുറെ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടാനുള്ള, അതായത് പിന്നെ ഈ നമ്മളെ ഏരിയയിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എന്താ പറയണ്ടേ, സ്ത്രീകൾക്ക് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് ഉം. പിന്നെ മാറ്റി നിർത്തുക. ഞാനിപ്പോ ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ നമ്മൾ ഒരു കാര്യത്തിൽ നെഗറ്റീവ് നമ്മളെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നെഗറ്റീവ് വശം കാണാനല്ലേ ശ്രമിക്കൂ. ഉം. അതുവരെ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ നെഗറ്റീവ് കാണാൻ ശ്രമിച്ചിട്ടില്ല. ഉം. ഞാൻ ഇപ്പൊ നെഗറ്റീവ് എന്റെ തലയിൽ കയറിയപ്പോൾ എനിക്ക് ഞാൻ ആ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കി. അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മളെ ഏരിയയിൽ മുസ്ലിം മതത്തിൽ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഉം. എല്ലാവരും പറയും സ്ത്രീകളെ എന്താ പറയുക വളരെ വലിയ സ്ഥാനത്താണ് നിർത്തിയത്. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായത് പിന്നെ നമുക്കൊരു സ്ത്രീക്കും ഒരു പിന്നെ പുരുഷന്റെ മുന്നിൽ പോയി നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യാൻ പറ്റും. ഉം. നമ്മുടെ നാട്ടിലൊരു 90% മുസ്ലിം ലേഡീസിന്റെ ഇടയിലും അങ്ങനെ ചോദിക്കാനുള്ള പിന്നെ ഇതില്ല, അവർക്ക് ആ വോയിസ് ഇല്ല. അവർ ചോദിച്ചാൽ അവര് പിന്നെ എന്താ പറയണ്ട അറാമ്പറപ്പായി. ഉം. അവള് പിന്നെ കുടുംബത്തിൽ കൊള്ളാത്തവളെ. പിന്നെ ഇവരൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ പള്ളിയിൽ പോകുന്നുണ്ടേ എന്നെങ്കിൽ നല്ല പയ്യനാ അവൻ. എത്ര പെണ്ണുപിടിയനായിക്കോട്ടെ, കള്ളനായിക്കോട്ടെ, കൊള്ളക്കാരനായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ അവൻ പള്ളിയിൽ പോകുന്നുണ്ടോ അവൻ നല്ല പയ്യനാ. ഉം. ഞാൻ എപ്പോഴും ഞാൻ പറയാം മുസ്ലിം മതത്തിൽ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ, ഹിന്ദുക്കളുടെ ഇടയിൽ അമ്പലത്തിലൊന്നും പോകില്ല. ഉം. എൻ്റെ വീട്ടിൽ നിന്ന് ആരും എൻ്റെ അമ്മയൊന്നും എനിക്കൊന്നും ഒരു മതത്തിനെ കുറിച്ചും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉം. എന്നോട് അമ്പലത്തിൽ പോവാനോ ദൈവത്തിനോട് കൂടുതൽ അറ്റാച്ചായി നിൽക്കാനോ എന്നെക്കൊണ്ടോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഉം. പക്ഷേ ഇങ്ങനെ മുസ്ലിം മതത്തിനൊക്കെ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, ഞാൻ പറയാം എനിക്ക് കുറച്ച് പിന്നെ ഇങ്ങനെ നല്ല ഇതിൽ ഇങ്ങനെ പറഞ്ഞു തന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഉം. അവര് പറഞ്ഞത് പോസിറ്റീവ് വശം മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അവര് പറഞ്ഞത് സ്ത്രീകളെ വളരെ നല്ല രീതിയിലാണ് കാണുന്നത്, സ്ത്രീകളെ ഉം. എപ്പോഴും സേഫായിട്ടാണ് കൊണ്ടു നടക്കുന്നത്, ഉം. സ്ത്രീകൾക്ക് അവരെപ്പോഴും പിന്നെ ഒരു തരത്തിലും സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കില്ല, എവിടെയും അതെ അതെ. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരില്ല, എല്ലാ കാര്യങ്ങളും പുരുഷന്മാർ ചെയ്തു കൊടുക്കും, ഉം. അവർക്ക് എപ്പോഴും നല്ല 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 സേഫായ സ്ഥലങ്ങളിൽ മാത്രമേ സ്ത്രീകൾ ഉണ്ടാവൂ. ഉം. അങ്ങനെ എല്ലാ ഇതിലും എവിടെയും സ്ത്രീകൾക്ക് ദൈവത്തിന്റെ തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉം. ഇപ്പൊ എന്ത് പക്ഷെ മനസ്സിലാക്കി? ആ സമയത്ത് മനസ്സിലായേ, ഉം. കാരണം അതായിരുന്നു എനിക്ക് അവർ പറഞ്ഞതെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പൊ അതിനുശേഷം അത് വിട്ടപ്പോ ഞാനിങ്ങനെ കുറെ, എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അതിന്റെ ഇടയിൽ. ഉം. അപ്പൊ ആള് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഉം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മതത്തിലുണ്ടായ, മുസ്ലിമാണ്, ഉം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മതത്തിലുണ്ടായ. ആളുടെ കുഞ്ഞിനെ മദ്രസയിൽ കൊണ്ടുപോയി ഈ പിന്നെ ഉസ്താദൊക്കെ ആവാൻ പഠിപ്പിക്കുന്നില്ലേ, ഉം. എനിക്കറിയില്ല അത് എവിടെയാണ് എന്താ ഇത് എന്നൊക്കെ എനിക്കറിയില്ല. അപ്പൊ അത് പഠിപ്പിക്കാൻ വിട്ടപ്പോ ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നത് പിന്നെ കുട്ടീനെ ഈ മറ്റു മതത്തിനെ വെറുപ്പിക്കാൻ വേണ്ടി ഉം. പിന്നെ ആണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടീന്റെ ഉപ്പ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഇറങ്ങി വാടോ, നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് പിന്നെ മതമില്ലാണ്ട് ജീവിക്കാന്ന്, ഉം. മതം വേണ്ട, നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കാന്ന്. ഉം. അപ്പൊ അങ്ങനെ പിന്നെ എൻ്റെ ഒരു കസിന് പിന്നെ ട്യൂഷൻ എടുക്കാൻ പോയപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ പറയില്ലേ, ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു അല്ലെ രാമൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുമല്ലോ ഒരു ഉം. ട്യൂഷൻ എടുക്കുമ്പോൾ. അപ്പൊ ആ കുട്ടി എന്താ പറയുക, അള്ളോ ഹിന്ദുക്കളെ ദൈവത്തിനെ കുറിച്ചൊന്നും പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിയിൽ നിന്ന്. ഉം. ഉം. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ പോലും ഇവരെല്ലാരും മതം 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 എന്നാണ്ട് കയറ്റിക്കൊടുത്തു. ഉം. ഇപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഇപ്പൊ ആ പഴയ ആ ഒരു വലിയ ചിന്ത ഉണ്ടോ? ഇപ്പൊ എനിക്ക് ചിന്തയേ ഇല്ല. എനിക്ക് പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്ത് നല്ല വിശ്വാസം. ഇപ്പൊ എനിക്ക് ഇവരൊക്കെ എന്തിന്റെ ആവശ്യത്തിനാ പോകുന്നൊക്കെ ഞാൻ വിചാരിക്കും. അല്ല ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ചൂടെ, നിങ്ങൾ ഇസ്ലാമിൽ നിന്നും രക്ഷിച്ചത് വേറെ ഏതെങ്കിലും ഒരു ദൈവമാണ് എന്ന് വേണമെങ്കിൽ ചിന്തിച്ചൂടെ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കൂല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ. ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. എന്ന് വെച്ചാൽ അതായത് എന്റെ അവസ്ഥ ഇങ്ങനെ ആവില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ ദൈവം രക്ഷിക്കുമായിരുന്നില്ലേ. അപ്പൊ ദൈവത്തിന് വലുത് മതമാണോ കുഞ്ഞാണോ? ദൈവത്തിന് വേണ്ടത് മതം മാത്രമാണ്. കുഞ്ഞിനും അതൊരു മനുഷ്യനൊന്നും വേണ്ട. ദൈവത്തിന് വേണ്ടത് മതം മാത്രം. മതം 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 അങ്ങനെ ഒരു ദൈവം വേണ്ട. എവിടെ അങ്ങനെ ഒരു എനിക്കിപ്പോ അങ്ങനെയാണ്. ഞാനിപ്പോ വീട്ടിൽ വിളക്ക് കത്തിക്കാറില്ല, പിന്നെ അമ്പലത്തിൽ പോവാറില്ല. ഉം. ആരോടും ഇപ്പൊ ഞാൻ തുറന്നു പറയും, എനിക്ക് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളില്ല. നിങ്ങൾ വീട്ടിൽ ഈ മതം ഇല്ല, ആ ചിന്ത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടോ? എന്റെ വീട്ടിൽ നിന്ന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് ഒക്കെ എന്ത് പറയുന്നു? ഹസ്ബൻഡിനും കുഴപ്പമില്ല. ഹസ്ബൻഡ് എന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയത്. ഓക്കെ. ആള് പൊതുവെ ഇത് ഇത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാ.
ആ അപ്പൊ അത് അതിപ്പോ എന്റെ കൂടെ വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കും കുഴപ്പമില്ല. ഞാൻ എന്റെ മോനോട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും പഠിപ്പിക്കാറില്ല. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചേച്ചിയൊക്കെ പറയും കുഞ്ഞിനെ വേദം പഠിപ്പിക്കണം, ഉം, വേദം പഠിപ്പിച്ചിട്ട് വേണം പിന്നെ വേദം പഠിപ്പിച്ച് മനുഷ്യനാക്കണം, വേദത്തിലൂടെ മാത്രമേ കുട്ടികൾക്ക് നല്ല ഇത് കിട്ടൂന്ന്. ഉം. അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് എനിക്കതൊന്നും തോന്നുന്നില്ല. എനിക്ക് നമ്മള് പേരൻസ് മക്കളെ സ്നേഹിച്ചാൽ മതി. ഉം, നമ്മൾ ഓക്കെ. ഫ്രണ്ടായിട്ട് കണ്ട് എല്ലാം നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഉം, കുട്ടികൾ വേദമല്ല ഉം, പള്ളിയിൽ പോയി മദ്രസയിലൊന്നും ഒന്നിലും എവിടെ ഒരു മതത്തിൽ ഒരു മതവും പഠിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഈ പഠി ചിന്തയൊക്കെ വരുന്നതിന് നമ്മളുടെയൊക്കെ വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടു എന്നാ പറയുന്നത്. സത്യമായിട്ട് ഇപ്പൊ ഞാനിങ്ങനെ ഇവിടെ വോയിസ് വെക്കും, ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ വെക്കുമ്പോ അവരോട് ചോദിക്കും, ആരിഫ് ഹുസൈൻ അല്ലേ ചോദിക്കും ഹസ്ബൻഡ്. അത് ശരി. നിങ്ങളിപ്പോ നമ്മളെ വീട്ടിലൊരു മെമ്പർ പോലെയാണ്. സത്യമായിട്ടും. കാരണം നമ്മളിപ്പോ മോനും കേൾക്കും, എന്റെ മോനും കേൾക്കാൻ തുടങ്ങി. ആ, അത് അതൊക്കെ ശരി. മോനിങ്ങനെ പിന്നെ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങള് ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഉം, ഞാൻ അവിടെ വീഡിയോസ് ഒന്നും അവിടെ പ്ലേ ചെയ്ത് വെക്കും. ഉം, അപ്പൊ അവൻ പഠിക്കുന്നതായിരിക്കും, ഞാൻ ചിലപ്പോ എന്തെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യായിരിക്കും. അപ്പൊ ആ, ടേബിൾ മേൽ വെച്ച വോയിസ് കേൾക്കും. അപ്പൊ എല്ലാരും കൂടി ഇത് നമ്മുടെ വീട്ടിലിപ്പോ നിങ്ങളൊരു സൈലന്റ് പാർട്ട്ണർ ആണ്. ശരി. ഓഹോ. ആ അപ്പൊ അപ്പൊ നമ്മള് അപ്പൊ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്തൊക്കെ പറയാറുണ്ട്. അപ്പോഴോ? ഇല്ല, ഞാൻ അത് മാത്രമേ ഞാൻ നോക്കും. ചിലപ്പോൾ ആ, നിങ്ങൾ 80+ എന്നൊക്കെ പറയല്ലോ. ആ, ചിലതൊക്കെ പിന്നെ വെച്ചാൽ കുട്ടികളൊക്കെ കേട്ട് പഠിക്കണം. എന്റെ മോനിപ്പോ 13 വയസ്സായി. ആ. എല്ലാം കേട്ട് പഠിക്കണം. നമ്മൾ വിചാരിക്കും നമ്മളെ മക്കൾ ഒന്നും കേൾക്കൂല, നമ്മളെ മക്കള് എല്ലാം ഇതുണ്ട്. പക്ഷെ നമ്മളെക്കാളും വിളഞ്ഞ വിത്തുകളാണ് നമ്മളെ മക്കള്. ഉം, എന്റെ കയ്യിലൊരു ഫോണ് കിട്ടിയത് എന്റെ 10th പഠിക്കുമ്പോഴാണ്. ഉം, എന്റെ മോൻ ജനിച്ച മുതൽ അവന്റെ കയ്യിൽ ഫോണാ. ഉം, ഉം, നമുക്ക് അറിയില്ലല്ലോ അവനെ ഇതിനേക്കാളും വലുതൊക്കെ അവൻ കേൾക്കുന്നുണ്ടാവും. ഉം, പക്ഷെ ഓൾമോസ്റ്റ് ഞാനൊക്കെ കേൾപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഉം, ഉം. ഞാൻ ആടി കേൾപ്പിക്കാം. പക്ഷെ അതിനിടയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കേട്ടാലും അത് കേട്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അല്ല, അങ്ങനെ കേട്ട് ലോകം ഇടിഞ്ഞു വീഴുന്ന സാധനമൊന്നും നമ്മൾ പറയാറില്ല. ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ കേൾക്കാൻ പറ്റുന്ന എന്തായാലും അറിയുന്ന കാര്യങ്ങൾ മാത്രല്ലേ. അറിയണല്ലോ. ആ അറിയണം, അവനും അറിയണം. അപ്പൊ അതുകൊണ്ട് അവനും ഇപ്പൊ ഒരു അങ്ങനെ ദൈവത്തിനൊന്നും വിളിക്കൂല. ഉം, നമ്മളെ വിളക്ക് കത്തിക്കാറില്ല. അല്ല അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ചോദിക്കും നീ എന്താ വിളക്ക് കത്തിക്കാത്തത്. ഉം, ഞാൻ പറയും വിളക്ക് കത്തിച്ചിട്ട് ഇപ്പൊ എന്തിനാ. എന്റെ ആദ്യത്തെ വിചാരം വിളക്ക് കത്തിച്ചിട്ടില്ലേ ദൈവം വീട്ടിൽ കേറൂലെന്നായിരുന്നു. ഉം. അങ്ങനെ നിങ്ങളുടെ ദൈവം കേറിയിട്ട് നിങ്ങളുടെ ഒരു സർക്കിളിൽ പൊതുവെ ഇപ്പൊ ഹിന്ദുമതം ആയാലും അതൊക്കെ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? എല്ലാരും മതം ഹിന്ദുക്കളായി കൂടെ. കഴിഞ്ഞാൽ എല്ലാരും ഉം. മതം കൂടുകയാണ്. മതം എല്ലാ ഭാഗത്തും ഇപ്പൊ മതമായി. ഉം, കാരണം ഞങ്ങളെ വീടിനടുത്തൊക്കെ പിന്നെ ആദ്യമൊക്കെ പിന്നെ തട്ടോടാത്ത ആൾക്കാരൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഉം. ഇപ്പം തട്ടോട്ട് അല്ല, മുഖം ഞാൻ ചോദിക്കണ മറിച്ചിട്ട് പോകുന്ന ഹിന്ദുക്കളുടെ ആൾക്കാരൊക്കെ ഇടയിലത്തെ കാണുന്നുണ്ട്. കാര്യമാണ് ചോദിച്ചത്. ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ തന്നെ പിന്നെ ഈ എന്താ പറയണ്ടേ, അമ്പലം കാവ് ഇതിലൊക്കെ പിന്നെ നിന്നില്ലെങ്കിൽ ഇത് എന്താ പറയണ്ട ലൈഫിൽ എവിടെ ആയി പോവില്ല, ഉം, ലൈഫിൽ നശിച്ചു പോകുന്ന വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ കൂടി വരാണോ? കൂടി വരുന്നുണ്ട്. ഇപ്പൊ വിശ്വാസികള് ഉം, നമ്മൾ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ചിട്ട് ഉം, ഇതും അന്ധവിശ്വാസവും ഇതൊക്കെ കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ സർക്കിളിലും നമ്മ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞാൻ കാണുന്നതിൽ ഒരു 90% ആൾക്കാരും ഈ എന്താ പറയണ്ടേ വിശ്വാസത്തിന്റെ മേലെ ജീവിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം പോവല്ലേ ചെയ്ത്, അപ്പൊ അതേപോലെ പിന്നെ സംഭവിക്കുന്ന ആളുകളെ നിങ്ങൾ കാണാതെ ഇരിക്കുന്നതായിക്കൂടെ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എല്ലാവരോടും തുറന്നു പറയാൻ തുടങ്ങി. അപ്പോ ഇങ്ങനെയാണ് ഉം, ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ തർക്കിക്കും. അപ്പൊ ഞാൻ പറയും ഉം, എന്റെ ലൈഫ് ലോങ് കരയാനുള്ള ഒരു വഴി എനിക്കൊരു ദൈവം തന്നെങ്കിൽ ആ ഉം, ദൈവത്തെ ഞാൻ സ്നേഹിക്കണോ ആ ദൈവത്തെ ഞാൻ തള്ളിക്കളയണോ എന്ന് ചോദിച്ചു. ഉം. എല്ലാരും അപ്പൊ സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ അഥവാ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവ ചിന്ത വർദ്ധിക്കില്ലായിരുന്നു അപ്പൊ? ഞാന് ദൈവത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും. എന്റെ ലൈഫിൽ അപ്പൊ ലോട്ടറി ആയിരുന്നല്ലോ കിട്ടിയേ. അപ്പൊ ഞാൻ ഒരിക്കലും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണോ നമ്മൾ ദൈവത്തിനെ അളക്കേണ്ടത്? അങ്ങനെയൊന്നല്ല. പക്ഷെ ഉം, അതായത് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു, എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു. ഉം, അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ലൈഫിൽ ഉം, ചിന്തിക്കാനുള്ള ഒരു പോയിന്റ് വരും. ഉം. നമ്മളിപ്പോ അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും അതിനെ ഓരോ കാണുന്നത്. തെറ്റിദ്ധാരണകൾ കൊണ്ടു നടക്കും. അല്ല, ഞാൻ തെറ്റിദ്ധാരണകൾ ചോദിക്കാൻ കൊണ്ടു കാരണം എന്ന് വെച്ച് നടക്കുമ്പോ കഴിഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ മറ്റൊരു ആഗ്രഹമുണ്ട്, അത് ലഭിച്ചു കഴിയുമ്പോ അത് ദൈവം തന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൂടെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇനി ഒരിക്കലും ഇല്ല. അതെന്താ? ഇനി അങ്ങനെ. കാരണം എന്റെ ലൈഫിൽ ഞാനിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിഭീകരം, ഒരാൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആ ഒരു പ്രഗ്നൻസി കുഞ്ഞു പോയ ആ സമയത്തിന് ശേഷം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉം, അത് ഞാൻ ചിലപ്പോൾ സംസാരിക്കാൻ എനിക്ക് ആ ഒരു സെക്കൻഡിന്റെ ഇതിലാണ് എനിക്ക് ആ ഒരു റീതിങ്ക് വന്നത്. ഉം, അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാനുണ്ടാവില്ലായിരുന്നു. ഞാനിപ്പോ എന്താ പറയുക മണ്ണൂർ അവിടെ വിശ്രമത്തിലായിരിക്കും ഉണ്ടാവുക. ഉം, ആ ഒരു അവസ്ഥയിൽ എന്താ പറയുക വരെ എത്തിച്ചത് ഉം, ഈ പറയുന്ന പിന്നെ എന്താ പറയണ്ട ഒരു
ഇതായിരുന്നല്ലോ കുഞ്ഞു പോയതും അതിനോടനുബന്ധിച്ചുണ്ടായ ഈ മെന്റൽ ടോർച്ചറുകളും, അതിനുശേഷം ഞാൻ ഈ കേട്ടോണ്ടിരുന്ന ദൈവത്തിന്റെ പരീക്ഷണം ഇത് മാത്രമേ അപ്പൊ കേട്ടോണ്ടിരുന്നത്. നിങ്ങൾക്ക് ആ അപ്പൊ ഒരു വീണ്ടും നഷ്ടത്തെക്കാൾ ഉപരി നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചത് ഈ ദൈവത്തിന്റെ പരീക്ഷണം എന്നുള്ള ഈ സംഗതിയാണ്. ദൈവത്തിന്റെ പേരിട്ടിട്ട് എല്ലാ ആൾക്കാരും ദൈവത്തിന്റെ പേരിൽ ഇവരെല്ലാവരും താങ്ങാൻ നോക്കിയത്. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ആ ബുദ്ധിമുട്ടായത്. അത് ഒരു അസുഖം വന്നാൽ നമ്മള് ദൈവത്തിന്റെ മേലല്ല കാണണ്ടേ. ഉം. നമ്മൾ കാണേണ്ടത് ശരിക്കും ഒരു ഡോക്ടറെ കണ്ട് അതെന്താണ് അതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങള്, അതൊക്കെ. എന്റെ പ്രശ്നം ഡയബറ്റിക് ആയിരുന്നു. ഓ. അത് എന്താ പറയുക, ഹെവി ഡയബറ്റിക് വല്ലാണ്ട് കൂടിപ്പോയി. ഓവർ അപ്പൊ വെയിറ്റ് ആണോ? ഓവർ വെയിറ്റ് ആണ്. ആ. PCOD ഉണ്ട്, ഹോർമോൺ. അപ്പൊ അതുകൊണ്ട് പ്രശ്നം. ടാബ്ലറ്റ് എടുക്കാണ്ട് പ്രഗ്നൻസിയിൽ മരുന്നെടുക്കാതെ കിട്ടിയ കുഞ്ഞാ. ശരി. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ ഞാൻ അതിനുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഞാൻ ദൈവത്തിന്റെ ദൈവം തന്ന ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ നിങ്ങൾ കുഞ്ഞിനെ ആരോട് കാണരുതെന്ന് പറയാതെയാണോ വേണ്ടേ. മരുന്നൊക്കെ കഴിക്കാതെ നിർത്തിയത്? ഇല്ല, ഞാൻ മരുന്നൊന്നും നിർത്തിയില്ല. അതായത് എനിക്ക് രണ്ടാമത് പ്രഗ്നൻസി ആവണമെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണമായിരുന്നു. പക്ഷെ ഞാനത് ഒരു ടൈം വരെ ഞാൻ മരുന്ന് കഴിച്ച് പിന്നെ ഇനി കുഞ്ഞ് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോ നിർത്തിയതാ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം. നമ്മൾ മതി, ഇനി കുഞ്ഞ് വേണ്ട ഒരാളുണ്ടല്ലോ, ഇനിയും വീണ്ടും മരുന്ന് ഇങ്ങനെ ഹോർമോൺ ടാബ്ലറ്റ് അധികം കഴിച്ചാൽ വീണ്ടും ശരീരത്തിൽ കേടല്ലേ എന്നുള്ള ഇതിൽ എനിക്ക് മടുത്തിട്ട് നിർത്തിയതാ. കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നിർത്തിയതാ. ശരി. നമ്മൾ അസുഖം വന്നാൽ അല്ല, ധരിക്കും ഇതിപ്പോ ദൈവത്തിന്റെ നിങ്ങളിപ്പോ പേരിലായിരുന്നു. ദൈവം എന്ന് ഇപ്പൊ പലതവണയല്ലോ പറയുന്നത്. നിങ്ങൾ ഹിന്ദു ആണല്ലോ. ഏതാണ് ഈ ദൈവം? അതാ എനിക്കറിയാം. ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചത്, ഞാൻ കുറെ കാലം എന്റെ മനസ്സിലുണ്ടായിരുന്നത് എല്ലാരെയും, അതായത് ഇപ്പൊ ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരെയും നയിക്കുന്ന ഒരു ശക്തി, അതാണ് ദൈവം. അതിന് എന്റെ മനസ്സിലൊരു മുഖം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ ഒരു അമ്പലത്തിന്റെ മുന്നിൽ പോയാലും തൊഴും, പള്ളിയുടെ മുന്നിൽ പോയാലും തൊഴും, പിന്നെ ക്രിസ്ത്യൻ എവിടെ പോയാലും ഞാൻ തൊഴും, വന്ദിക്കുകയാണ്. ഒരാളെ ഞാൻ നിന്ദിച്ചിട്ടുണ്ടായില്ല. നിങ്ങളുടെ എന്താ പറയണേ, നിങ്ങള് എന്താ പള്ളിയിൽ പോകുന്നു, ഞാൻ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അതായത് ദൈവം അവിടെ, എന്റെ ദൈവം ഇവിടെ. പക്ഷെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്തായിരുന്നു എനിക്ക് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇതൊന്നും ഇല്ലാന്ന് മനസ്സിലായത് എന്റെ ലൈഫിൽ ഇവരാരും വരാതെ. ശിവനുണ്ട്, കൃഷ്ണനുണ്ട്, ബ്രഹ്മാവുണ്ട്, ഹനുമാൻ വരെ ഉണ്ട്. എനിക്കിങ്ങനെ മുഖമുള്ള ദൈവങ്ങൾ ആരും ഉണ്ടായിട്ടില്ല. മുഖങ്ങളൊക്കെ മനുഷ്യർ കൊടുക്കുന്നതായിരുന്നല്ലേ ദൈവത്തിന്. മുഖമില്ലാത്ത ദൈവമാണ്. എന്റെ മനസ്സിൽ മുഖമില്ലാത്തൊരു ദൈവമായിരുന്നു. അങ്ങനെ ഒരു ദൈവം ഏതാ ഉള്ളത്? അങ്ങനെ ആരും ഇല്ല. ഇപ്പഴാ മനസ്സിലായി. ആ സമയത്ത് എനിക്ക് അതായിരുന്നു ഇത്. ദൈവത്തിന് മുഖമില്ല, മനസ്സില്ല, കണ്ണില്ല, കാഴ്ചയില്ല, ഒന്നുമില്ല. മുഖം മാത്രല്ല ഇല്ലാത്തുള്ളത്, ഒന്നുമില്ല. ദൈവമേ ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ എത്തിച്ചേർന്ന ആ ആശയം നാളെ ആള് അറിയുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല. കാരണം എനിക്കങ്ങനെ തോന്നിയത് എന്റെ ലൈഫിൽ ഒരു നഷ്ടം വന്നപ്പോഴാണ്. പക്ഷെ ഞാൻ ഇപ്പൊ വിചാരിക്കുന്ന, ആ നഷ്ടം വരുന്നതിന്റെ എത്രയോ മുന്നേ ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നു. അപ്പൊ എനിക്ക് ഇത്രയും നമ്മളൊരു വീഴ്ചയിലാകുമ്പോഴല്ലേ നമ്മൾ ആ വേദന നമുക്ക് കൂടുതൽ ആഘാതം മനസ്സിലാവുക. ആ ആഘാതം എനിക്ക് ഇത്രയും ഉണ്ടാവില്ലായിരുന്നു. യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നോ പണ്ടേ? ഇല്ല, ഞാനിപ്പോ ഒരു മാസത്തിനിടയിലാണ് കണ്ടു തുടങ്ങിയത്. അതിപ്പോ നമ്മളുടെ വീഡിയോ അല്ല, ഞാൻ പൊതുവെ നിങ്ങളിത് മൊബൈലൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നോ? ഉണ്ട്, പക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെയൊന്നും കാണാറുണ്ടായിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും ന്യൂസ്. എന്ത് വീഡിയോ ആണ് കണ്ടോണ്ടിരുന്നതൊക്കെ യൂട്യൂബ് തുറന്നാൽ? നോർമലി നമ്മളിപ്പോ എന്തെങ്കിലും സിനിമ കാണും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ വർക്ക് റിലേറ്റഡ് ആയ കുറച്ച് ഇത് കാണും. അതായത് എനിക്ക് ഇവന്റ്സ് ആണ്. അങ്ങനെയൊക്കെ കണ്ടോണ്ടിരുന്ന ഇപ്പം പിന്നെ ന്യൂസ് ആരിഫ് ഹുസൈൻ, ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറം രണ്ടായി. ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെയൊക്കെ ചാനൽ, ന്യൂസ് ചാനൽ ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഒരു 80% പുരുഷന്മാരാണ് ഇത് കാണുന്നത്. സ്ത്രീകള് 10-20% താഴെ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള മതങ്ങൾ ഈ സ്ത്രീകളെ ഇത്രമാത്രം ചൂഷണം ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു വേൾഡിൽ നിങ്ങൾ തളച്ചിടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, മൊബൈലിലുണ്ട്. പക്ഷെ നിങ്ങൾ അപ്പോഴും അത് ഉപയോഗിക്കാതെ നിങ്ങൾ സിനിമയും കോമഡിയും അതല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ, കുക്കറി ഷോ ഒക്കെ കണ്ടിരിക്കും. അതെ. പക്ഷെ ഇങ്ങനെ നമ്മളെ ഇടയിൽ എനിക്കറിയാവുന്ന കുറെ മുസ്ലിം സ്ത്രീകൾ, പൊട്ടു വെക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, അതായത് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ പുരുഷന്മാരുടെ ഇടയിൽ വെച്ചായിപ്പോയി. ഇതിനൊക്കെയുള്ള വഴികള് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളത് കാണാതെ പോവാണ്. അത് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടാത്തോണ്ടാണ്. അങ്ങനെയൊക്കെ കാണാതെ പോകുന്നതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? അവരൊന്നും ഈ ഞാൻ കണ്ട മുസ്ലിം ലേഡീസിൽ ഒരു 90% ജോലിയില്ലാത്തവരാണ്. 4-5 കുട്ടികളുണ്ടാവും.
സമയമില്ലാത്തതാണ്. അപ്പൊ അപ്പൊ അങ്ങനെയല്ല, ഈ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ ആണുങ്ങൾ എന്തായാലും വേണം. ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാ അപ്പൊ അവര് തലക്കടിക്കും. അവര് പിന്നെ മതവിരോധിയാവും. അപ്പൊ അത് ഒരു മതനിഷേധിയാവും, കുടുംബനിഷേധിയാവും. അപ്പൊ ആ പെണ്ണ് അവര് ജീവിതമാണ് അവര് നോക്കുന്നത്. അതുകൊണ്ടാണെന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം ഈ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കണല്ലോ, ജോലിക്ക് പോയിട്ട് ഒരു പുറത്തിറങ്ങിയ ഒരു എന്താ പറയണ്ട, ഒരു പത്രം വാങ്ങിക്കാൻ പോലും അറിയാത്ത ലേഡീസാണ് ഞാൻ കണ്ടിട്ടുള്ള അധികം മുസ്ലിം ലേഡീസും. അവരുടെ കാര്യം വിടൂ, നിങ്ങളുടെ കാര്യം പറയും. അതിൽ തന്നെ നിങ്ങൾ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ കണ്ടു തുടങ്ങിയത്. ഇല്ലില്ല, ഞാനും ഇത്രയും കാലം അങ്ങനെ. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടാ ഞാൻ വേഗോ മതനിഷേധി. അതാ ഞാൻ പറയുന്നത്, മതനിഷേധം പോട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, നമ്മളെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ അതുപോലെ നിങ്ങൾ കാണാൻ തയ്യാറല്ലല്ലോ. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പണ്ടേ ഉണ്ടായിരുന്നോ? അത് പണ്ടേ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്റെ ഫാമിലിയൊക്കെ, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയൊക്കെ പിന്നെ CPM ഫാമിലിയാണ്. എന്റെ ഫാമിലിയൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഇത് കോൺഗ്രസ്സുകാരും ഉണ്ട്, പിന്നെ BJP ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് ഏയ് ഇല്ല, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. ഹസ്ബൻഡ് പിന്നെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അവരുടെ ഫാമിലി അങ്ങനെയാണ്, ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ എന്തായാലും തുടർന്നും കാണാം. നമുക്ക് എപ്പോഴേലൊക്കെ ഇത് കൂടുതൽ അത് തുടർന്ന് കാണാൻ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാണും, കണ്ടിരിക്കും. ഞാൻ അതൊക്കെ അതായത് മോട്ടിവേഷൻ ആണ്. ആയിക്കോട്ടെ. കാരണം എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാനീ ഇങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എനിക്കത് എന്തൊക്കെ പ്രശ്നമാവും. ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, സദ്യ കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ളതല്ലേ. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി, ഒരു ബിരിയാണിയും കൊടുക്കൂല. നമുക്ക് ബിരിയാണി വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ആ ചിന്ത ബിരിയാണി നമ്മൾ തനിച്ചുണ്ടാക്കി കഴിക്കണം എന്ന ചിന്ത ഉണ്ടാക്കിയതിൽ 90% പങ്കും നിങ്ങൾക്കുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരു ദിവസം 5-10 പ്രാവശ്യം കോൾ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ഇത് വെച്ച് വിളിക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സംസാരിച്ച് വളരെ സന്തോഷം. ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar.